വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഭവനങ്ങളിലിരുന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കണ്ണോടെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കാവിടുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിങ്ങളുടെ സാക്ഷികളായി ഞങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ വിളിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ക്രിസ്തുവിനെ മാത്രം മുൻനിർത്തി ജീവിപ്പാൻ തക്കൊണ്ട് ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സമ്പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് ഒരു ഫെലോഷിപ്പ് അനുഭവിപ്പാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എങ്കിലും കർത്താവെ, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു മനസ്സോടെ പ്രാർത്ഥിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ഒരു മനസ്സോടെ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ആരാധനയിൽ ആദ്യ അവസാനത്തോളം നിങ്ങളുടെ കൃപയും കാവലും കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവനാമസ്തുതിക്ക് പാത്രത്തിനുമായി ക്രിസ്തീയ ഗീതം 33 പാടാം. ലിറിക് 33. നമുക്ക് ദൈവത്തെ ആരാധിക്കാം.
ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതേ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ എപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈനികളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാമത്താന്തവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ സമർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണം. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് ആയിരിക്കുന്നിടങ്ങളിൽ നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് താഴെ വരുന്ന പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തി മഹാകരുണയുടെ പിതാവേ, ഞങ്ങൾ കാണാതെ ആടുകളെ പോലെ എന്റെ വഴികളിൽ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശ്വകൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ സൗഖ്യമില്ല. മനുഷ്യന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യർക്കത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുടെ പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ ബോധത്തിനായിട്ട് ഞങ്ങളിൽ മേലിന്റെ ഭക്തിയോടും നീതിയോടും സ്വഭാവത്തോടും നടക്കേണ്ടതിന് ക്രിസ്തുവിന്റെ കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവജന ശുശ്രൂഷയ്ക്ക് നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പീൻ. എല്ലാവർക്കും ഈ സമയത്ത് ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കാം.
രണ്ട് രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 15 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പിൻ. First lesson is taken from the second book of Kings, chapter 2, verse 1 to 16. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയുടെ കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണേ, നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശായെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണേ, നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണേ, നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യോർദാനിലേക്ക് പോയി. പ്രവാചകന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവർ ഇരുവരും യോർദാനരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുക്കപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ നിന്ന് ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. ഞാൻ നിങ്കിൽ നിന്ന് എടുക്കപ്പെടും മുമ്പേ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാവും, അല്ലെന്നുവരികിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നീശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയ്ക്ക് കടന്നു. യെരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. ഇവിടെ പാഠഭാഗം അവസാനിച്ചു. സങ്കീർത്തനം 119 33 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായമാറാകണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ.
നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നയെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുൻപിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെ ഉള്ള വാക്യങ്ങൾ കേൾപ്പിൻ. The Epistle of Paul to Titus, chapter 2, verse 1 to 15. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം എന്നും. വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തതും ആയിരിക്കണം എന്നും. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പ്രാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുവാനും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവർ ആയിരിക്കണം എന്നും പ്രബോധിപ്പിക്കാം. ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവർ ആയിരിക്കാൻ പ്രബോധിപ്പിക്കാം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടത് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പത്യാവചനവും ഉള്ളവൻ ആയിരിക്കാം. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളൊരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഇവിടെ 2-ാം പാഠം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. Gospel according to St. John, chapter 3, verses 22 to 30. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദാദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും സലേമിന് അരികത്തെ ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു.
അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാൻ അക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുൻപായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരേണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ കേട്ടത് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. ജ്ഞാനകീർത്തനം 210, ഹിം 210. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഈ അവസരം നൽകിയ ബഹുമാനപ്പെട്ട സൂരജിനോടും പാസ്റ്റർ കമ്മിറ്റി അംഗങ്ങളോടും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അംഗങ്ങളോടും പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. എ വെരി ഹാപ്പി സൺഡേ മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ഇന്ന് മഹാടവികയായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം ഡിസൈപ്പിൾഷിപ്പ് ആസ് വിറ്റ്നസ്, ശിഷ്യത്വം എന്ന് സാക്ഷ്യം.
taken from John chapter 3, 22 to 30. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യം മുതൽ 30-ാം വാക്യം വരെ. ഒരു ചോദ്യം എനിക്ക് തോന്നുന്നത് അത് ആരംഭിക്കുന്ന തന്നെ നമ്മുടെ ഭവനത്തിൽ നിന്നാ. ഹൂ ഈസ് ഗ്രേറ്റർ? ഞാനാണോ, എന്റെ സഹോദരനല്ലേ സഹോദരിയാണോ? ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ അവർ ചോദിക്കും, ഞാനാണോ അതെന്താ ഭാര്യയാണോ വലുത്? ഒരിക്കലും ഭർത്താക്കന്മാർ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കരുത്. നമുക്കറിയാം ആരാ വലുതെന്നുള്ള. സ്കൂളിൽ ചെല്ലുമ്പം പഠിക്കാൻ ഞാനാണോ വലുത്, മിടുക്കൻ, അതോ എന്റെ കൂട്ടുകാരനാണോ? എന്റെ ജോലി സ്ഥാപനത്തിൽ ഞാൻ എത്തുമ്പം എന്റെ ബോസ് ആണോ വലുത്, എന്റെ സബോർഡിനേറ്റ്സ് അല്ലെ കൊളീഗ്സ് ആണോ, അത് ഞാനാണോ വലുത് എന്നുള്ള ചോദ്യം. സഭയിൽ വരുമ്പോൾ നമുക്കറിയാവുന്നതുകൊണ്ട് എല്ലാവരും വലുതാ, ആരും ചെറുതല്ല. And this continues. The text for today is very short, sandwiched between verse 29 and verse 31. ഇവിടെ പറയുന്നത് 30-ാം വാക്യം 3:30, he must increase but I must decrease. ഒന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന he. Discipleship is knowing who he is. ശരിയായ അർത്ഥത്തിൽ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ആ വ്യക്തി ആരാ എന്ന് നാം അറിയുന്നു. He is the Alpha and the Omega. വചനം അനുസരിച്ച് He is the author and the perfecter of our faith. വിശ്വാസം നൽകുന്നതും അതിന്റെ ആരംഭം കുറിക്കുന്നതും നമ്മുടെ ക്രിസ്തുവാ. He is the bread of life. He is the divine door. He is the Emmanuel, the incarnate. He is the King of kings and a Lord of lords. He is the light of the world. ഈ ലോകത്തിന്റെ വെളിച്ചമാ നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തു. He is the Lamb of God. He is the new Adam. He is the second Adam as the last Adam. നമ്മൾ എല്ലാവരും അറിയാവുന്ന സത്യം, He is the one and the only way. He is the resurrection and the life. He is the shepherd. ദാവീദിന്റെ പുത്രൻ. He is the son of David. മനുഷ്യപുത്രൻ. He is the son of man. ദൈവത്തിന്റെ പുത്രൻ. He is the son of God. He is the teacher. He is the way, the truth, and the life. He is the wonderful counselor, mighty God. He is the everlasting Father and the Prince of Peace. അതിന്റെ ഉപരിയായിട്ട് ഞാനും നിങ്ങളൊക്കെ ഈ ദിവസം കൊറോണ സമയത്തൊക്കെ നമ്മൾ മനസ്സിലായിരിക്കുന്ന സത്യം, He is your closest friend right now. He is my buddy and He could be my or your date too. ഇത് മനസ്സിലായാൽ, ഈ വ്യക്തി ആരാന്ന് മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് He must increase എന്നുള്ള സത്യം എനിക്ക് നിങ്ങൾക്കും പഠിക്കാനുള്ളത്. സോ ഒന്ന് ഇവിടെ ഞാൻ പറഞ്ഞത് the discipleship is knowing who he is. രണ്ടാമത്തെ 30-ാം വാക്യം he must increase. ഇൻക്രീസിനെ കുറിച്ച് ഇവിടെ ഞാൻ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. The discipleship is giving him and only him the recognition. ഞാനും നിങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തു ആരാ എന്ന് നാം പൂർണ്ണമായിട്ട് നാം അറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്ന അവൻ വളരണം എന്ന് ഉള്ളത്, increase that John the Baptist is talking about is not about the greatness of Jesus. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം അല്ലെങ്കിൽ കൃപ എന്ന് വളരണം എന്നല്ല ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഇവിടെ പറയുന്നത്. കാരണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ പല അനുഗ്രഹങ്ങളും അതിന്റെ പരിപൂർണതയിൽ അവിടെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അതിൽ വളർച്ചയില്ല. Jesus cannot increase more in his love, in his compassion, in his incarnation, in his glory, in his death, in his resurrection, in his grace. Everything is complete. And Jesus is substantially great. So how much more can you increase his status or his greatness? അങ്ങനെ വരുമ്പം ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഈ വളർച്ച അല്ലെങ്കിൽ അവൻ വളരണം അതെന്താ? The increase that John the Baptist is talking about is the recognition of greatness of Jesus. And how can you recognize his greatness? കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ഒരു ശക്തിയെ
അല്ലെങ്കിൽ പിതാവായ ദൈവം തന്റെ ഏകപുത്രന് കൊടുത്തിരിക്കുന്ന ആ മഹത്വത്തെ എങ്ങനെയാ നാം തിരിച്ചറിയാൻ ഒക്കുന്നത്? എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ ഒക്കുന്ന ഒരേ ഒരു കാര്യം, by becoming less visible, by becoming humble. അതിന്റെ ശരിയായ ഒരു ഉദാഹരണം 27-ാം വാക്യം, 28-ാം വാക്യം, 29-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും. അവിടെ 27-ാം വാക്യം 3:27 യോഹന്നാൻ സ്നാപകന്റെ കൂടെ തന്റെ ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞപ്പം അദ്ദേഹം ഇങ്ങനെ പറയുന്നു, a person cannot receive even one thing unless it is to given him from heaven. 28-ാമത്തെ ഇവിടെ പറയുന്നത്, I am not the Christ, but I have been sent before him. 29, the one who has the bride is the bridegroom. ഈ 3 സത്യം യോഹന്നാൻ സ്നാപകന് അത് മനസ്സിലാകും. ഇവിടെ യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, here I am going to become less visible, or I want to become, invisible when Christ comes into my life. പലപ്പോഴും ഞാനും നിങ്ങളും വലിയ സംഭവമാണ്, നിങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ വലിയ സംഭവമാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ അതല്ല ശുശ്രൂഷ. യോഹന്നാൻ സ്നാപകൻ എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിപൂർണതയെ കുറിച്ച് മനസ്സിലാകാനാണെങ്കിൽ ഞാൻ ഒന്നുമല്ല, I should become less visible in his sight. യോഹന്നാൻ സ്നാപകൻ അവിടെ ചെയ്യുന്നത്, by saying these 3 truths, 27, 28, 29-ാം വാക്യത്തിന്റെ ഈ സത്യങ്ങൾ വിളിച്ചു പറയുമ്പം യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്നത്, he is trying to increase not only the glory but also the position and rank of Jesus in front of him and in front of his disciples. By pointing his worried disciple, വളരെ ഭയപ്പെട്ട് വിസ്മയിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, എന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, എന്നെ പിതാവായ ദൈവം വിട്ടിരുന്നത് ക്രിസ്തുവിന്റെ മാർഗം ഒരുക്കാനായിട്ട്. And here I am pointing towards Jesus. ഹോളി ട്രിനിറ്റി സഭയിലുള്ള എല്ലാ അംഗങ്ങൾ, അല്ലെങ്കിൽ ഞാൻ, നമ്മുടെ പാസ്റ്റർ കമ്മിറ്റി അംഗങ്ങൾ, നമ്മൾ instead of showing our greatness, we should point towards the greatness of Jesus, making people recognize the greatness of Jesus. ഇത് മാത്തിന്റെ ഫോർമുല എന്ന് പറഞ്ഞതുപോലെ ഇത് വളരെ സിമ്പിൾ ഒരു ഫോർമുല, ഇത് അറിയാനായിട്ട്. The moment I increase, he will decrease. ഏത് സമയത്ത് എനിക്കൊരു തോന്നൽ ഉണ്ടാകുന്നോ, ഞാൻ വലിയൊരാളാ എന്ന് തോന്നൽ ഉണ്ടാകുമ്പം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി വലുത് എന്ന് എനിക്കൊരു തോന്നൽ വരുമ്പോൾ, ഈ സഭ പോകുന്നത് എന്റെ കാരണം കൊണ്ട് എന്നുള്ള തോന്നൽ വരുമ്പം, കർത്താവ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും മഹത്വവും സ്നേഹവും കരുണയൊക്കെ അത് ചെറിയ രീതിയിൽ അതായി വരുന്നു, അത് കുറഞ്ഞു വരുന്നു. എന്നാൽ മാത്തിന്റെ മറ്റൊരു ഫോർമുല, ഫെയ്ത്തിന്റെ മറ്റൊരു വശം നമ്മൾ കാണുമ്പം, the moment I try to give significance to him, അവൻ എന്റെ ജീവിതത്തിൽ വളരുമ്പം ഞാൻ സ്വയമേ അവിടെ കുറയും. ഒന്ന് നാം ഇവിടെ പഠിച്ചത്, the discipleship is knowing who he is. ക്രിസ്തു ആരാന്നുള്ള ഞാനും നിങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്, പഠിച്ചിരിക്കുന്നു. സത്യം അറിഞ്ഞ് ഞാനും നിങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, discipleship is giving him the absolute recognition. 3 പറഞ്ഞിവിടെ ഞാൻ സമാപിക്കുന്നു. ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് അതിന്റെ 30-ാം വാക്യത്തിന്റെ 3-ാം ഭാഗം, but I must decrease. Discipleship is becoming a voice from the voice. Discipleship is becoming a voice from the voice. ഓർത്തോണം, കർത്താവായ യേശുക്രിസ്തു ഈ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ യോഹന്നാൻ സ്നാപകൻ വലിയൊരു ശുശ്രൂഷ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. John had been the one and the only preacher preaching about repentance. ആ സമയത്ത് സ്നാനം കൊടുക്കുന്നവേ മറ്റൊരു വ്യക്തി പോലും ഇല്ലായിരുന്നു, യോഹന്നാൻ സ്നാപകൻ മാത്രമായിരുന്നു. അത് മാത്രമല്ല, അനേകരുടെ അവിടെ ജീവിതത്തിൽ കടന്നു എന്ന് വെല്ലുവിളിച്ചതാ യോഹന്നാൻ സ്നാപകൻ.
ശരിയായ അർത്ഥത്തിൽ ചലഞ്ച് ചെയ്തതാ. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ചത് യോഹന്നാൻ സ്നാപകൻ. ദേണ്ട നമ്മൾ കാണുന്നു ഒരു സുപ്രഭാതത്തിൽ കർത്താവ് അങ്ങ് നടന്നു വരിക. യോഹന്നാൻ സ്നാപകം കണ്ടപ്പം ജീസസ് ഇസ് കമ്മിങ്, സ്നാനമെടുക്കാനായിട്ട് കർത്താവ് വരുന്നു. അത് കുഴപ്പമില്ല, അവിടെ വരെ കുഴപ്പമില്ല. പണ്ട് കാലത്ത് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിന്റെ അമ്മ എന്റെ അമ്മയെ കാണാൻ വന്നപ്പം ഞാൻ തുള്ളിയെന്നു. അതൊക്കെ ശരിയാ, അത് പണ്ട്. ഇന്ന് ഞാൻ വലിയൊരു സംഭവമാണ്. കർത്താവ് അതൊക്കെ ശരിയാ, എന്നാൽ ഞാൻ വലിയൊരു സംഭവമാ എന്ന് യോഹന്നാൻ സ്നാപകൻ അവിടെ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ ആര് എന്ന് ചിന്തിക്കുന്നില്ല. എന്നാൽ കടന്നു വരുന്ന ആ വ്യക്തിയുടെ മുമ്പിൽ നിൽക്കാൻ പോലുള്ള ഒരു ഗിഫ്റ്റ് എനിക്കില്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് അവിടെ യോഹന്നാൻ സ്നാപകൻ അറിയുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അറ്റ് മൂമെന്റ്സ് ലൈക്ക് ദിസ്, when I am at the prime of a ministry, when you are at the prime of your job, how do you feel? യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ ചിന്തിക്കാം. താൻ ചെയ്യുന്ന ശുശ്രൂഷ അവിടെ ഗലീലയിൽ മാത്രമല്ല, തബരീസ് കടൽമലയിൽ മാത്രമല്ല, അവിടെ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളിൽ, ഇസ്രായേൽ എല്ലായിടത്തും, യെരുശലേം എല്ലായിടത്തും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം അറിഞ്ഞ ആൾക്കാര് they throng to him. എന്നാൽ ഒരു നിമിഷത്തിൽ ഇദ്ദേഹത്തിന് ഇന്ന് വരെ ആരാധിച്ചിരുന്ന ആരാധകർ അദ്ദേഹത്തിന്റെ എണ്ണം കുറയുന്നതായിട്ട് യോഹന്നാൻ സ്നാപകൻ കണ്ടിട്ടും അറിഞ്ഞിട്ടും ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറഞ്ഞു, ഇതാ രക്ഷിതാവ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. You know, it's being fun being the pastor or the pastorate committee in a very big church, പ്രത്യേകമായിട്ട് the Holy Trinity Church, നല്ലൊരു സഭ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിന്റെ ഒക്കെ അച്ഛന്മാരായിട്ട് ഇരുന്ന് അല്ലെങ്കിൽ പാസ്റ്റർ കമ്മിറ്റി ആയിട്ട് ഇരുന്നത്, നമ്മൾ ചെറിയ സഭയാണെങ്കിലും അതിന്റെ പാസ്റ്റർ കമ്മിറ്റി ആയിട്ടും അച്ഛനായിട്ടും ഒക്കെ ഇരിക്കുമ്പം എത്രമാത്രം സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഈ സഭയിൽ. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, മറ്റെല്ലാം വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഹോളി ട്രിനിറ്റി ചർച്ചിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മള് വളരെ ഉന്നത രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വി ആർ അറ്റ് ദ പ്രൈം ഓഫ് എവറിത്തിങ്. ഒരു നിമിഷത്തിൽ ദേണ്ട കർത്താവ് കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ പറയുക, ഇത് ഉപേക്ഷിക്കണം. അങ്ങനെ അനേകരുടെ ജീവിതത്തിൽ അത് നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. വി ആർ അറ്റ് ദ പീക്ക് ഓഫ് പ്രൊമോഷൻ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഈ കാര്യം ഇപ്പം തന്നെ ഇവിടെ വിട്ടിട്ട് വാ, എന്റെ ശിഷ്യരായി നീ മാറണം. അങ്ങനെ എത്ര പേരെ നിങ്ങൾക്കും എനിക്കും അറിയാം. But nothing wrong with any of that. ഇതൊക്കെ വളർച്ച, നമുക്ക് ഭൗതികമായിട്ടുള്ള വളർച്ച, പണം, ഭവനം, കാറ്, ഇതൊക്കെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. But it's easy for fame to go into my head and my mind. പലപ്പോഴും നമുക്ക് വളർച്ച വരുമ്പം നമ്മുടെ കർത്താവിനെ കുറിച്ച് മറന്നു പോകാറുണ്ട്. കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. കർത്താവിന്റെ മക്കളെ കുറിച്ച് നമ്മൾ ചോദിക്കാറ് പോലുമില്ല. ഞാനും എന്റെ കുടുംബവും ഞാൻ മാത്രമായിരിക്കുന്നത്. എന്നാൽ ശരിയായ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ, ശരിയായ ക്രിസ്തുവിന്റെ ശിഷ്യം എന്ന് പറഞ്ഞാൽ, ഉള്ള എല്ലാവരെയും അംഗീകരിച്ച് ഒരു വളരെ സൗമ്യമായ ജീവിതം ജീവിക്കുന്നതാ ഒരു ശിഷ്യന്റെ ജീവിതം. Discipleship is becoming a voice from the voice. ഓർത്ത് നോക്കിക്കേ, പണ്ട് കാലത്ത് യോഹന്നാൻ സ്നാപകന്റെ ശബ്ദം മാത്രമേ ആൾക്കാര് അവിടെ അംഗീകരിച്ചിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. He was the voice. എന്നാൽ കർത്താവ് യേശുക്രിസ്തു ജീവിതത്തിലേക്ക് ആ സമയത്ത് അവിടെ കടന്നു ചെന്നപ്പം, from the voice, from the most important sound and voice, he is becoming just a voice. സാധാരണ ഒരു വ്യക്തിയായിട്ട്, സാധാരണ ഒരു ശബ്ദമായിട്ട്, ഒരു ധ്വനിയായിട്ട് അവിടെ ഇദ്ദേഹം മാറുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പം എനിക്ക് മനസ്സിലായത്, കർത്താവ് യേശുക്രിസ്തു അവിടെ കടന്നു വന്നപ്പോഴും he was not at all shocked. He was not infuriated. അവിടെ ദേഷ്യപ്പെട്ടില്ല. അവിടെ കർത്താവിനോട് പറഞ്ഞില്ല, കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട്, സൈഡിലോട്ട് വന്നിട്ട്, ഇങ്ങോട്ട് വന്നിട്ട്, കർത്താവ് ഞാൻ നല്ലൊരു ശുശ്രൂഷ ചെയ്യുന്നേ, ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ജോർദൻ കരയിൽ വരേണ്ട, കടൽപ്പുറത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിന് ഏറ്റവും നല്ല സ്ഥലം ഞാൻ പറയാം, യെരുശലേമിൽ ചെന്ന് കർത്താവ് ചെയ്തു, അല്ലെങ്കിൽ വേറെ പട്ടണത്തിൽ ചെന്ന് ചെയ്തു എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞില്ല. വളരെ സന്തോഷത്തോടെ തന്നെ തിരികൊളുത്താൻ വന്ന ശിഷ്യന്മാരോട് വരെ അവർ പറഞ്ഞു, തണുക്ക്, കൂൾ ഡൗൺ. കാരണം ഞാൻ ഇത്ര വരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മനുഷ്യനെ കുറിച്ച്.
from the voice, I should become a voice. Because John the Baptist has very clear image about who he is. ശിഷ്യന്മാര് വന്ന് ചുമ്മാ ചൂട് കയറ്റിയപ്പം എടുത്തിയാടി പോയില്ല യോഹന്നാൻ സ്നാപകൻ. പലപ്പോഴും നമ്മൾ അങ്ങനെ സഭയിൽ എന്ത് സംഭവിച്ചാലും നമ്മളെ ആൾക്കാർ വന്ന് നമ്മൾ തിരികെ കെട്ടുമ്പം ചൂട് കയറ്റുമ്പം നമ്മൾ എടുത്തിയാടി എന്ന് പറയും. യോഹന്നാൻ സ്നാപകൻ അടുത്ത് വന്ന ശിഷ്യന്മാരോട് എന്നാ ഞാനൊന്ന് ചെന്ന് കണ്ടേക്കാം ആരെ ക്രിസ്തു എന്ന് പറഞ്ഞില്ല. വളരെ കൂളായിട്ട് അവിടെ ഹാൻഡിൽ ചെയ്തു. ബിക്കോസ് ഹി ന്യൂ ഹു ഹി വാസ്. He knew. He had a very clear self-image about himself. And he knew who is it. If you know who you are, ഞാനും നിങ്ങളും ആരാ എന്ന് നാം ശരിയായ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ I or you will never pretend that we are someone else. John the Baptist knew that he is a voice. ദൈവത്തിന്റെ ശബ്ദമാ എന്ന് യോഹന്നാൻ സ്നാപകന് അത് അറിയായിരുന്നു. He was nothing more, nothing less, and he was nothing else also. No one had to tell him. യോഹന്നാൻ സ്നാപകനോട് ആരും അവിടെ പറയേണ്ടി വന്നില്ല, ഒന്ന് ഇറങ്ങിത്താ സഹോദര. നമ്മൾ പലപ്പോഴും സഭയിലൊക്കെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് കയറിയാൽ, എനിക്ക് നന്നായിട്ട് അറിയാം പോളിറ്റൻറ്റി ചർച്ചിൽ അത് നടക്കുന്നില്ല, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പല സഭകളിലും അത് നടക്കുന്നില്ല, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകുന്ന ചില കാര്യങ്ങളാ, ചില സ്ഥാനത്തിലേക്കൊക്കെ നമ്മൾ കയറിയാല്, ഞാനൊക്കെ കയറിയാൽ നമ്മൾ ഇറങ്ങത്തില്ല. 10 വർഷമായിട്ട് 15 വർഷമായിട്ട് ആരെങ്കിലും പിടിച്ചു നോക്കിയാലും അല്ല, വേണ്ട, കൊടുക്കത്തില്ല. ഇങ്ങനെ സ്ഥാനം അങ്ങ് പിടിച്ചു വെച്ചിരിക്കുക. യോഹന്നാൻ സ്നാപകന്റെ ജീവിതം ഞാൻ നിങ്ങൾ പഠിക്കണം. വളരെ സ്നേഹത്തോട് പറഞ്ഞോട്ടെ. ആരെയും ഇവിടെ നൊമ്പനം തരാനല്ല, കൊടുക്കാനല്ല, ആരെ ഹേർട്ട് ചെയ്യാനല്ല. യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷ ചെയ്ത മേഖല അറിയായിരുന്നു, സമയം അറിയായിരുന്നു. എന്നാൽ ഏത് സമയം കർത്താവ് തന്റെ ജീവിതത്തിൽ കടന്നു വന്നോ ആ സ്ഥാനം ഒഴിയണം എന്ന് മനസ്സിലായി. സ്ഥാനം ഒഴിയാൻ ഉള്ള ആ ബുദ്ധി ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു അനുഗ്രഹം. സ്ഥാനം ഒഴിച്ചു കൊടുക്കുന്നതും ഒരു നമ്മൾ ഈ ലോകത്തിൽ ചെയ്യാൻ ഒക്കുന്ന ഏറ്റവും വലിയ, എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ ഒക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. John the Baptist understood that from the voice he should become a voice. സാധാരണക്കാരനായിട്ട് ക്രിസ്തു തന്റെ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ മാറണം എന്ന് യോഹന്നാൻ അവിടെ മനസ്സിലാക്കി. യോഹന്നാൻ സ്നാപകന് നമ്മൾ നോക്കുമ്പം, did John the Baptist knew he would end up with his head on a platter? എനിക്ക് തോന്നുന്നില്ല. തന്റെ തല അവിടെ എടുത്തു മാറ്റി ഒരു സമയം വരും സെർവ് ചെയ്യുന്ന എന്ന യോഹന്നാൻ സ്നാപകൻ അവിടെ ചിന്തിച്ചത്. കാരണം പിതാവായ ദൈവം ഈ കാര്യം ഒരിക്കലും അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. But John the Baptist knew that the rising of Jesus meant his ministry would come to an end. യോഹന്നാൻ സ്നാപകൻ ഒരു കാര്യം നന്നായിട്ട് അറിയായിരുന്നു, കർത്താവ് യേശു ക്രിസ്തു ഈ ഒരു ശുശ്രൂഷയിൽ കടന്നു വന്നതുകൊണ്ട് താൻ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് അവിടെ സമാപനം കുറിക്കണം. John the Baptist knew that he was the best man. എന്നാൽ ഇവിടെ പറയുന്നത് പോലെ John the Baptist knew, though he is the best man, but the bridegroom is the best. May we know who he is, give him the recognition and become a voice. കർത്താവായ യേശു ക്രിസ്തു ആരാ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചറിയാനുള്ള വിവേകം കർത്താവ് നമുക്ക് നൽകട്ടെ. അതുപോലെ കർത്താവിനെ തിരിച്ചറിയാനുള്ള നല്ലൊരു വിവേകം ദൈവം നമുക്ക് നൽകട്ടെ. അതുപോലെ ഞാനൊരു വലിയ സംഭവമായത് ചിന്തിക്കാതെ, ഫ്രം ദ വോയിസ് ലെറ്റ് us become a voice. സാധാരണക്കാരനായിട്ട് നമ്മൾ ദൈവത്തിന്റെ ഈ ലോകത്തിൽ, നമ്മുടെ ആലയങ്ങളിൽ, നമ്മുടെ ഭവനത്തിൽ ശുശ്രൂഷയുള്ള കൃപയും ആശ്വാസവും സമാധാനം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അവസരം നൽകി എല്ലാവരും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക. വേഗത്തിൽ നിങ്ങളെ കാണാം എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ ചേർന്ന് കൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയലിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു.
വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന് പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ആഴ്ച ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവരുടെ പേരുകൾ വായിക്കട്ടെ. കാത്തലിൻ സൂസൻ സതീഷ്, റാഫേൽ ജോൺ, സച്ചിൻ ഹെർബർട്ട് ഹാരി, സാലി ജവഹർ, റോയ് മാത്യു, അച്ചാമ്മ ചാക്കോ, അന്നമ്മ ജോഷ്, സൂസൻ ജേക്കബ്, വിക്ടർ ജേക്കബ്, ജേക്കബ് ജോൺ, സാലി സ്റ്റെഫാനോസ്, താര ലില്ലി തോമസ്, ആലി സമ്മാട്ടിൽ, സന്തോഷ് ജോർജ് ചെറിയാൻ, രോഹിത് ജവഹർ, റോഷൻ ജോർജ്, സുജാത പി, എഡ്വാർഡ് ഡാനി ഷർക്കണ്ടൻ, പ്രിസ്കില്ല രാജകുമാരി, ഷൈല സജീവ്, എസ്തർ ഐസക്, ജോസഫ് ചാക്കോ, മോഹൻ കെ ചാണ്ടി. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവർ പ്രേംകുമാർ കെ ജെ എസ് ആൻഡ് മോളി സൂസൻ പ്രേം, റോളിസൺ സ്റ്റീഫൻ ആൻഡ് ഷാലു റോളിസൺ, റവറൻ സൂരജ് പൗലോസ് തോമസ് ആൻഡ് ആൻ ജേക്കബ്, ജോർജ് ജോഷുവ ആൻഡ് സേറ ജോഷുവ, ജോൺ കുര്യൻ ആൻഡ് അനിത കുര്യൻ, ജോൺ കെ എബ്രഹാം ആൻഡ് മേരി ജോൺ, ജോൺ ജോസഫ് സി ആൻഡ് സാറ ജോൺ ജോസഫ്. വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, വിശുദ്ധ ദിവസത്തിൽ പലയിടങ്ങളിലായിരുന്നു ഒരുമിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ അങ്ങ് കർത്താവെ ഇടിയാക്കുന്ന കൃപകൾക്കായി നന്ദി കരയറ്റുന്നു. ദൈവമായ കർത്താവെ, ജീവിതത്തിൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, വ്യക്തിപരമായും കുടുംബമായും അങ്ങ് പുതിയൊരു വർഷം നൽകിയപ്പോൾ കർത്താവെ, നന്ദിയോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ നിലനിൽപ്പാൻ അവരെ ഇടയാക്കണമേ. പ്രിയ കർത്താവെ, ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും അങ്ങയുടെ കരുതലും കാവലും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാക്കുക. കർത്താവെ, പ്രയാസങ്ങളുടെ നാളുകളിൽ, പ്രതികൂലങ്ങളുടെ നാളുകളിൽ, സന്തോഷത്തിന്റെ നാളുകളിലൊക്കെയും അങ്ങ് അവരോട് കൂടെയിരുന്നു ഓരോ ദിവസവും അതിശയകരമായി വഴി നടത്തി. കർത്താവെ, പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നും പറയുവാൻ സാധിക്കുകയില്ല. കർത്താവെ, അങ്ങ് ഒരു വർഷം കൂടി ദാനമായി നൽകിയപ്പോൾ ആ പ്രവേശിച്ചിരിക്കുന്ന വർഷത്തിലും അങ്ങയിൽ മാത്രം ആശ്രയിപ്പാനും അങ്ങയുടെ നന്മകൾ അനുഭവിച്ചറിയുവാനും അവരെ ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രിയ കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് വഴി നടത്തണമേ. സഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും കർത്താവെ അവർക്ക് കരുതലായി തീരണമേ. ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിപ്പാൻ തുടർന്നും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, കരങ്ങളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിപ്പാൻ വലിയവനായ ദൈവം ഇടയാക്കിയ ആ വലിയ വിധങ്ങൾക്കായി നമുക്ക് നന്ദി കരയറ്റാം. ജീവിതയാത്രയിൽ ഒരു ദിവസം കൂടി ദൈവം ദാനമായി നൽകി. ആപത്തും അനർത്ഥവും ഒന്നും കൂടാതെ വണ്ണം ദൈവം കാത്തു പരിപാലിച്ചു. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇടങ്ങിയ ആയുധങ്ങളായിരിക്കാൻ കർത്താവെ, അങ്ങ് ഞങ്ങളെ നയിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ കർത്താവെ വസിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നിൽപ്പാൻ നാം ആരും യോഗ്യരല്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആ വലിയ കൃപയാൽ നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നു. ആ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. കർത്താവെ, അങ്ങയുടെ സാക്ഷികളായി ഈ ലോകത്ത് നിലനിൽപ്പാൻ വീണ്ടും ജീവിതത്തിൽ ഒരു അവസരം നൽകിയല്ലോ. കർത്താവെ, ഇതുവരെ ഞങ്ങൾ അനുഭവിച്ച നന്മകൾ ഓർക്കുമ്പോൾ കർത്താവെ, നന്ദിയല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയുവാൻ സാധിക്കുകയില്ല. കർത്താവെ, അങ്ങ് എത്ര വലിയവനാണെന്ന്, അങ്ങ് എത്ര മഹത്വമുള്ളവനാണെന്ന് കർത്താവെ തിരിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കുകയാണ്. പ്രിയ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഒരുമിച്ച് കൂടി വരുവാൻ സാധിക്കുന്നില്ല എങ്കിലും പല ഭവനങ്ങളിൽ, പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ ഇടയാക്കുന്നില്ല. കർത്താവെ, ഞങ്ങൾ അകലങ്ങളിലായിരുന്നാലും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ചില നിമിഷങ്ങളായി ഇതിനെ മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു.
അങ്ങ് ഞങ്ങളുടെ നിരൂപണങ്ങൾ അറിയുന്നു. ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളുമായി ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവെ ഞങ്ങളെ നിരസിക്കരുതേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പരിപൂർണ വിശ്വാസത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ സാധിക്കാത്തതായ ചില പ്രയാസങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ നീറുമ്പോൾ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ആശ്വാസദായകനായി, ഞങ്ങൾക്ക് സമാധാനം നൽകുന്ന സഖിയായി അങ്ങ് ഞങ്ങളുടെ അടുത്ത് വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ, നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സഭയായി ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സാധിക്കുന്നില്ല. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വേദനകളുണ്ട്, ഞങ്ങൾക്ക് കൂട്ടായ്മകൾ നഷ്ടമാകുന്നു. എങ്കിലും കർത്താവെ, അങ്ങറിയാതെ ഞങ്ങളുടെ ലോകത്തിൽ ഞങ്ങളുടെ ചുറ്റുപാടുമൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് സർവജ്ഞാനിയും ആയി അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവെ, സർവ്വവ്യാപിയായ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനുള്ളതായ സാഹചര്യങ്ങളും സാധ്യതകളും കർത്താവെ ഉടനെ ഉണ്ടായി വരുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. ലോകത്തെ മുഴുവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ മഹാവ്യാധിയുടെ നടുവിൽ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് നിലവിളിക്കുവാനല്ലാതെ ഞങ്ങൾക്ക് ഒന്നും സാധ്യമല്ല. ദൈവമായ കർത്താവെ, അനേകം ആളുകൾ ഈ രോഗത്തിന്റെ ഭാരത്താൽ പ്രയാസപ്പെടുന്നു. കർത്താവെ, അനേകം ആളുകൾക്ക് കർത്താവെ അവരുടെ ജോലികൾ നഷ്ടമായി മറ്റു പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നു. ദൈവമായ കർത്താവെ, ഈ മഹാവ്യാധിയുടെ നടുവിൽ ഞങ്ങൾ ഭാരത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. പക്ഷെങ്കിൽ അങ്ങ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവരാണ്. കർത്താവെ, അങ്ങ് അറിയാതെ ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഇതൊക്കെ ഞങ്ങളുടെ വിശ്വാസത്തെ ശോധന ചെയ്യുവാനാണെന്നുള്ള തിരിച്ചറിവിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ ലോകത്തെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തിന്റെ നടുവിൽ പോരാടുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവെ, അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റെടുത്തിരിക്കുന്നതായ ഈ പ്രതിസന്ധി കർത്താവിനെ തരണം ചെയ്യുവാൻ തക്കവണ്ണം അവരെ അങ്ങ് ശക്തരാക്കണമേ. കർത്താവ്, എത്രയും പെട്ടെന്ന് ഒരു വാക്സിൻ കണ്ടുപിടിക്കുവാനും കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണം. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, ലോകത്തിന് ഏറ്റവും നന്മ വരുന്നതായി തീരുവാൻ തക്കവണ്ണം അതിടിയാക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവീ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, അനേകം ആളുകൾ ഈ നാളുകളിലൊക്കെ പലവിധമായ ഭാരങ്ങളിലൂടെയും സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് കാണുന്നുവല്ലോ. കർത്താവെ, അങ്ങ് വഴിയും വാതിലും തുറക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് അവരെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ നിലവിളിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് മനസ്സലിയണമേ, അങ്ങ് കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം അറിയാതെയും നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട അനേക രോഗികളുണ്ടല്ലോ. ദൈവമായ കർത്താവെ, അങ്ങ് അവരോട് മനസ്സലിയണമേ. ആണിപ്പഴുതുള്ള കരങ്ങൾ തൊട്ട് കർത്താവെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. കർത്താവെ, അങ്ങ് നീട്ടിയാൽ, അങ്ങ് തൊട്ടാൽ, അങ്ങ് നോക്കിയാൽ കർത്താവെ സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ഓരോ രോഗികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവേ, അങ്ങ് മനസ്സലിയണമേ. കർത്താവെ, അങ്ങ് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. കർത്താവെ, അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഓരോ രോഗികളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുണ്ട്. കർത്താവെ, നീറുന്ന ചില ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൈവമേ, അങ്ങ് ആ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറയുവാൻ മറന്നുപോയിട്ടുണ്ട്. എങ്കിലും കർത്താവ്, ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ വീണ്ടും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുടെ കർത്താവെ, അവരുടെ ആവശ്യങ്ങൾക്ക് അങ്ങ് മറുപടി നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവരെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവരുടെ ഹൃദയത്തിന്റെ വേദന അങ്ങ് അറിയുന്നുവല്ലോ. കർത്താവെ, അവരോട് അങ്ങ് മനസ്സലിയണമേ.
ദൈവമായ കർത്താവെ പലപ്പോഴും സമൂഹം അവരെയൊക്കെ പല കണ്ണുകളോടുകൂടെ ഒക്കെ കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കുത്തുവാക്കുകൾ ഉണ്ടാകുന്നതായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ദൈവമായ കർത്താവെ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ വേദനകൾക്ക്, അവരുടെ ഹൃദയം നുറുങ്ങിയ സാഹചര്യങ്ങൾക്ക് കർത്താവെ അങ്ങ് മറുപടി നൽകണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ദൈവമായ കർത്താവെ അങ്ങ് കുടുംബത്തിന്റെ നാഥനും നടത്തിപ്പുകാരനുമായി കൂടെയുണ്ടല്ലോ. കർത്താവെ സമാധാനം അവരുടെയൊക്കെ ജീവിതത്തിൽ നൽകുമാറാകണമേ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ദൈവമായ കർത്താവെ അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹമാകണമേ എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. ദൈവമായ കർത്താവെ അങ്ങ് അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. വഴിയും വാതിലും ദൈവമേ അങ്ങ് തുറന്നു നൽകുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല വിവാഹാലോചനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ദൈവമായ കർത്താവെ തക്ക സമയത്ത് കർത്താവെ അങ്ങ് അത് ഒരുക്കി നൽകുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവരെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കാം. ദൈവമായ കർത്താവെ ഞങ്ങളുടെ സഭയായ ഈ നാളുകളൊക്കെ ഞങ്ങളെ വഴി നടത്തുന്നുവല്ലോ. ദൈവമായ കർത്താവെ ഞങ്ങളുടെ സംഘടനകളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ അങ്ങ് മറുപടി നൽകണമേ. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ദൈവത്തിന്റെ കാവലും കരുതലും ഒക്കെ കൂടി ഇരിക്കണമേ. ഈ നാളുകളിലൊക്കെ കർത്താവെ ഒരുമിച്ച് കൂടി വരുവാൻ സാധിക്കുന്നില്ല എങ്കിലും പരസ്പരം കർത്താവെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. റോബിനച്ഛനെ കുടുംബമായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അച്ഛന്റെയും യാത്രയുടെ ക്രമീകരണങ്ങളൊക്കെ എത്രയും വേഗം നടക്കുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവം അതിശയകരമായി അത്ഭുതം പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവം എന്നും എപ്പോഴും നല്ലവനായി നമ്മളോടൊപ്പം കൂടെയുള്ളവനാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ഭാരത്താൽ നാം ഓരോരുത്തരും വലയുമ്പോഴും നമ്മുടെ ആ സാഹചര്യങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ നൊമ്പരം അനുഭവിക്കുന്നതായ ഇടങ്ങളിൽ നമ്മളോട് അടുത്ത് വന്ന് സാരമില്ലെന്ന് പറയുന്നവനായ ആ ദൈവത്തിന്റെ ആശ്വാസമായ സ്വരം നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈ മഹാവ്യാധിയുടെ നടുവിൽ കർത്താവെ ഞങ്ങളുടെ ഉള്ളിലൊക്കെ ഭാരങ്ങളുണ്ട്, ഞങ്ങളുടെ ഉള്ളിൽ പ്രയാസങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടും നടക്കുന്നതായ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ദൈവമേ അതിന്റെയൊക്കെ നടുവിൽ ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്. കർത്താവെ, അതിന്റെയൊക്കെ നടുവിൽ ഞങ്ങളെ മാറോട് ചേർത്ത് ഞങ്ങളെ സ്വാന്തനിപ്പിക്കുന്ന, ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഈ നാടുകളിലൊക്കെ ഭാരത്തിന്റെയും പ്രയാസങ്ങളുടെയും നടുവിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവെ അങ്ങയുടെ തിരുവചനം ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, കർത്താവെ അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെയും ഇന്നുമെല്ലാം നമ്മുടെ കൂടെ ഉള്ളവനായ, ഒരിക്കലും മാറാത്തവനായ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് താങ്ങായും തണലായും ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള ആ വിശ്വാസത്തിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനിമിഷം നമ്മുടെ ആവശ്യങ്ങളെയും നാം പറഞ്ഞതായ കാര്യങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിയിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിയിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ.
സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, തമ്പൂരാന്റെ തിരുവചനമോർപ്പിക്കുമ്പോലാകവേ, തമ്പൂരാന്റെ തിരുവചനമോർപ്പിക്കുമ്പോലാകവേ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. നമുക്ക് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും മാതൃകരുണയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആയുസ് ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഈ ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകല കരുണകളെ കുറിച്ചുള്ള തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവെ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനയെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസയോടെ നിവർത്തിപ്പാൻ അവർ കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം കൃപാരുളയണമേ. ആമീൻ. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ഉച്ചരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടസ്ഥലത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടുത്താത്ത ദുഷ്ടത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് ആരാധനയെ സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല ഭവനങ്ങളിലിരുന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോഴൊക്കെയും ദൈവത്തിന്റെ കരുതലും കാവലും ഒക്കെ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഇടയാക്കുന്നുവല്ലോ. നമ്മൾക്ക് ഒരുമിച്ച് കൂടി വരുവാനൊരു സാഹചര്യമില്ല എങ്കിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ ആരാധനയിൽ ഒരുമിച്ച് മനസ്സ് ഒരുക്കത്തോടുകൂടെ സംബന്ധിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അനുഗ്രഹമായി തീരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഓൺലൈൻ സൺഡേ സ്കൂള് ആരംഭിച്ചു. അതിൽ പങ്കെടുക്കുന്ന കഴിഞ്ഞ ആഴ്ചയിലുമൊക്കെ ഓൾമോസ്റ്റ് ഫുൾ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തിരുന്നത് പോലെ നമ്മുടെ ഓൺലൈൻ ഓഫർട്രിയും സബ്സ്ക്രിപ്ഷനും അതുപോലുള്ളതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നവർ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതായ ന്യൂസ് ലെറ്ററിലുണ്ട്. അത് നോക്കി അത് കൃത്യമായി ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ട്രഷറർക്കോ സെക്രട്ടറിക്കോ അത് ഫോർവേഡ് ചെയ്യണം. കൃത്യമായ കോഡും നമ്മുടെ ഫാമിലി കോഡും അത് കൃത്യമായി എഴുതണമേ എന്ന് ഓർപ്പിക്കുന്നു. പലപ്പോഴും കൃത്യമായി എഴുതാത്തതുകൊണ്ട് ഏത് ഇതിൽ അക്കൗണ്ട് ചെയ്യും, ആരുടെ പേരിലാണ് വരുന്നത് എന്നറിയാൻ പ്രയാസം അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായി
ഫാമിലി കോഡ് ഉൾപ്പെടെ മെമ്പർഷിപ്പ് കോഡ് ഉൾപ്പെടെ അത് അയക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്ന് സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതമായിട്ട് ഇരിക്കുവാനും പ്രാർത്ഥനയോടുകൂടി ഇരിപ്പാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.